അപ്പൊ നമുക്ക് ഇനീഷ്യലി ചെന്ന് കഴിഞ്ഞപ്പോ നമ്മള് ജസ്റ്റ് നമ്മൾക്കിപ്പോ ഒരു വീഡിയോസിലൊക്കെ പിള്ളേര് ഉണ്ട് ആദ്യം ഇവര് എയർപോർട്ടിൽ എത്തി പെട്ടിയും തൂക്കി ഇറങ്ങി. ഇപ്പൊ അതേപോലെ ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്തുണ്ട്, അവർക്ക് ഒരു ABCD പോലും അറിയാതെ നിൽക്കുന്നവരുണ്ട്. കാരണം എങ്ങോട്ട് പോകണം, ചെന്ന് വഴി തെറ്റി നിൽക്കുന്ന കുറെ പേരൊക്കെ ഇതൊക്കെ കുറച്ചും കൂടി ഉപകാരപ്പെടും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോണേക്കാളും മുന്നേ അതിന്റെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർക്ക് വരുന്നത് ഇപ്പൊ രഞ്ജിത പറഞ്ഞ സംഭവം റെഡിയാണ്. ബസ് സ്റ്റോപ്പ് തപ്പി നിന്നിട്ട് ഒരാളെ വിളിച്ചൊരു കഥ ഉണ്ടായിട്ടുണ്ട് പണ്ട്. അതായത് 2 വീട് അപ്പറയാണ് ബസ് സ്റ്റോപ്പ്. എനിക്ക് ഗൂഗിൾ മാപ്പ് കുറച്ച് ഐഡിയ ഉള്ളതുകൊണ്ട് ഞാൻ തപ്പിട്ട് പറഞ്ഞു കൊടുത്തു, ലെഫ്റ്റിലേക്ക് നോക്കിയ ബസ് സ്റ്റോപ്പ് കാണാന്ന് പറഞ്ഞു. അവർക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് ചോദിച്ചില്ല. പോകുന്നതിന് മുന്നേ ഗൂഗിൾ മാപ്പ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. കാരണം നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ് ഗൂഗിൾ മാപ്പിൽ കിട്ടില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിലെല്ലാം അത് ഭയങ്കര എഫക്റ്റീവ്. ഈവൻ UAE പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നമുക്കിപ്പോ ഒരു അജ്മാനെന്ന് അബുദാബി പോണെങ്കിൽ ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രെയിനിൽ കയറണം, ഏത് ബസ്സിൽ കയറണം എല്ലാം കറക്റ്റ് കാണിക്കും. അത് ആദ്യമേ പോകുന്നതിനേക്കാൾ മുന്നേ പഠിക്കാം. പിന്നെ ലോക്കൽ ലാംഗ്വേജിൽ ലെഫ്റ്റും റൈറ്റും കുറച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രക്ഷപ്പെടാം. ഒരു പരിധി സ്ഥലങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മള് അക്കോമഡേഷൻ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, പാർട്ട് ടൈം ജോബിന്റെ പോസിബിലിറ്റീസ് ഇതെല്ലാതും കൂടെ ഗ്രൗണ്ട് റിസർച്ച് ചെയ്തിട്ട് വേണം അക്കോമഡേഷൻ എടുക്കാൻ. അപ്പൊ നമുക്ക് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷന്റെ കാശ് കുറയും. അതായത് ഇപ്പൊ നമ്മുടെ കോളേജിന്റെ തൊട്ടടുത്ത് പോയി നമ്മൾ അക്കോമഡേഷൻ എടുത്തു, ചെലവ് കൂടുതലാണ്, പാർട്ട് ടൈം ജോബിന്റെ അവൈലബിലിറ്റി കൂടുതലാണെന്ന് വെച്ചു. പക്ഷെ അതേസമയം ഒരു ചെറിയ എമൗണ്ട് ചിലപ്പോൾ ബസ് ഫെയർ ഉണ്ടാവുള്ളൂ. കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയാൽ നമുക്ക് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം കിട്ടും. പിന്നെ ഷെയറിംഗ് അക്കോമഡേഷൻസ് ആണ് പുറത്ത് മൊത്തം. അത് മാക്സിമം യൂട്ടിലൈസ് ആദ്യത്തെ ഒരു മാസം എന്തായാലും ഒരു തപ്പിൽ നിറച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി വീണടം വിഷ്ണു ലോകം എന്ന് പറയുന്ന പോലെ തന്നെ നീക്കി പഠിക്കും. അത് അങ്ങനെയാണ്. പോയവരാരും തിരിച്ചു വരുന്നില്ല. ദാറ്റ് മീൻസ് സംതിങ് ഈസ് ആ പോകുമ്പോ റൈറ്റ് ആയിട്ട് പോയാൽ മെന്റലി സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെയാണ് നല്ലൊരു യൂണിവേഴ്സിറ്റി, ഇപ്പൊ പലരും പല യൂണിവേഴ്സിറ്റീസ് ഒക്കെ സജസ്റ്റ് ചെയ്യും. യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റികളാ ചിലപ്പോ ചെന്ന് പെടുന്ന യൂറോപ്പിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലുള്ള ഏതെങ്കിലും മുക്കിലും മൂലയിലുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. നമുക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാവാത്ത യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. അപ്പൊ ഒരു സ്റ്റുഡന്റ് പോകുമ്പോ എങ്ങനത്തെ ഉള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത് എടുക്കേണ്ടത്? എങ്ങനെയാണ് ഒരു സെലക്ഷൻസ് ഒക്കെ വരുന്നത്? യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് UK ഇപ്പൊ എന്തായാലും യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ. കാനഡയിൽ കോളേജസ് ഉണ്ട്. ബട്ട് നമുക്ക് അതിന്റെ ഒരുവിധമൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. പിന്നെ ഈ ഗൂഗിൾ മാപ്പിനകത്ത് റോഡ് വ്യൂ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കറക്കി നോക്കിയാൽ നമ്മൾ ആ പോകുന്ന സ്ഥലം മനസ്സിലാവും. പിന്നെ ഇപ്പൊ ഈ ലോ കോസ്റ്റ് പ്രോഗ്രാംസിനാണ് മെയിൻ ആയിട്ട് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോ MBBS പ്രോഗ്രാം വളരെ കുറഞ്ഞ കോസ്റ്റിൽ പഠിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. വളരെ കുറഞ്ഞ കോസ്റ്റ് വളരെ കുറഞ്ഞ കോസ്റ്റ്. പക്ഷേ ആ കൺട്രികൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രികളാണ്. കൺട്രികൾ ഏതാന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, അണ്ടർ ഡെവലപ്ഡ് കൺട്രികളാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാളും അണ്ടർ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇത്തിരി ലോ കോസ്റ്റിൽ നമുക്ക് അവിടെ MBBS ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ വാല്യൂ ഉള്ള പല പ്രോഗ്രാംസും ഉണ്ട്. പഠിക്കാനുള്ള പ്യുവർ ഇന്റൻഷൻസ് ഉള്ളവർ മാത്രമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. ഒരു എറണാകുളം, ഇപ്പൊ മലയാളികളായ എല്ലാവർക്കും അറിയുന്ന മെയിൻ ടൗണുകൾ കാലിക്കറ്റ്, എറണാകുളം, ട്രിവാൻഡ്രം എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ 3 സിറ്റിക്കും അതിൻ്റെതായ വൈബ് ഉണ്ട്. ഇതിന് മാറി ഒരു കുഗ്രാമത്തില് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക. റീസണബിളി കോസ്റ്റ് കുറവാണ്, പക്ഷെ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞ് സഫോക്കേഷൻ തുടങ്ങും. അത് പിന്നെ ഡിപ്രഷനിലേക്ക് പോകും. അപ്പൊ അത് പോകുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ, കോളേജിന്റെ ലൊക്കേഷൻ, ആ ലൊക്കേഷനെ കുറിച്ചുള്ള പ്രോപ്പർ ഗ്രൗണ്ട് റിസർച്ച് എങ്ങനെ കളിച്ചാൽ ആരെങ്കിലും ഒക്കെ ഒരു കണക്ട് ചെയ്ത ഒരാളെ വിദേശത്ത് കിട്ടാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഞങ്ങൾ പറഞ്ഞുതരാം. പിന്നെ യൂറോപ്യൻ കൺട്രികളിലെ യൂണിവേഴ്സിറ്റികളെക്കാളും കൂടുതലുള്ളത് കോളേജസ് ആണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ കോളേജ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു ക്യാമ്പസ് അല്ല പല യൂറോപ്യൻ യൂണിയനിലുള്ളത്. അതൊരു കുറവല്ല ഒരിക്കലും. കാരണം അവർ അഫോർഡബിൾ കോസ്റ്റിൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന പലരും ചെറിയ കൺട്രികളുണ്ട്. ഈ മാൾട്ട എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ കൺട്രി. അപ്പൊ അവിടുത്തെ കോളേജുകൾ ഫുൾ നമ്മുടെ നാട്ടിലെ കോളേജിന്റെ ഇപ്പൊ കുസാറ്റിന്റെയും അതേപോലെ വലിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ വലുപ്പത്തിൽ 4 ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുമ്പോഴേക്കും മാൾട്ട തീരും. അത്രേ ഉള്ളൂ ഈ മാൾട്ട. വളരെ ചെറിയൊരു കൺട്രിയാണ്. അപ്പൊ അവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തായാലും നമ്മുടെ ചെറിയ ബിൽഡിങ്സിൽ മേ ബി 2 ഫ്ലോർ ഒക്കെ ഉണ്ടാവുള്ളൂ. അത് അതിനൊരു കുറവല്ല. അക്രിഡിയേഷൻസ് നോക്കുക പ്രോപ്പർ ആയിട്ടില്ലെന്ന്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ ക്ലാസ് റൂം സ്റ്റഡീസ് അല്ല കൂടുതലും പുറത്ത്. അത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് സ്റ്റഡീസ് ആണ്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നത് കുറച്ച് ദിവസവും കൂടുതലും നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്, ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രീം. നമ്മൾ ഏത് ഫീൽഡാണോ പഠിക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്.
ക്ലാസ്സസും നമ്മളോട് പോലെ കാലത്ത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈകുന്നേരം കാലത്ത് 9 മണി മുതൽ 5 മണി വരെ ഇരിക്കാം. നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ മുടക്ക് പ്രഖ്യാപിക്കുന്നൊന്നും നോക്കണ്ട. ക്ലാസ്സസ് വളരെ കുറവാണ്, കുറെ ഓൺലൈൻ സെഷൻസ് ആവാം. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വലിപ്പോ ഒന്നുമല്ല, റാങ്കിങ് അക്രിഡിയേഷൻസ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. അതിൽ നിന്ന് പാസ് ഔട്ട് ബാച്ചിന്റെ ഈ എല്ലാ കോളേജിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും ഈ ഗ്രാജുവേഷൻ സെറമണിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുവിധം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സെൽഫ് റിസർച്ച് ചെയ്യുക. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് ഒരു ഐഡിയ കിട്ടും. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഐഡിയ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത ലൊക്കാലിറ്റി, ആ ലൊക്കാലിറ്റിയുടെ പ്രത്യേകതകൾ. ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ പേര് ഗൂഗിളിൽ അടിച്ചിട്ട് സ്പെഷ്യാലിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹൈലി റിക്വയർഡ് ജോബ്സ് അല്ലെങ്കിൽ ഹൈലി അവൈലബിൾ ജോബ്സ്, പാർട്ട് ടൈം ജോബ്സ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്, ഇങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. ഒന്നിന് മുന്നേ ഇപ്പോ എന്നാ പറയുന്നത്, നമ്മള് കോസ്റ്റ്, എളുപ്പത്തിൽ വിസ, സ്കോളർഷിപ്പ് ഇത് മാത്രം ചിന്തിക്കാതെ പോയി കഴിഞ്ഞ ശേഷമുള്ള കാര്യത്തെ കുറിച്ചും കൂടി ചിന്തിക്കാം. അല്ലെങ്കിൽ പിന്നെ കൺട്രി സ്വിച്ച് ചെയ്യുക, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ആവുക, ഓവർ സ്റ്റേ, നിർത്തിപ്പോരുക. പിന്നെ രണ്ടാമത് ഒരു വിസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒന്നിനു മുന്നേ കറക്റ്റ് പഠിച്ചിട്ട് പോയാൽ പകുതി പ്രശ്നം തീർന്നു. ഇനി വലിയൊരു ക്വസ്റ്റ്യൻ